RSS രൂപീകരിക്കുന്ന ഘട്ടം 1925 എല്ലാ ഘട്ടത്തിലും RSS ആരെങ്കിലും അംഗീകരിച്ചിട്ടുണ്ടോ? എന്നാൽ 1977, 57, 67 കഴിഞ്ഞ് അടിയന്തരാവസ്ഥ കഴിഞ്ഞ ഘട്ടം വന്നപ്പോൾ RSSുമായിട്ട് പരസ്പരം ചേർന്നില്ലേ? അത്ര കണ്ടാൽ മതി. മാതൃഭൂമി ന്യൂസിലൂടെ CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ നടത്തിയ ഈ പ്രസ്താവനയാണ് പോളിംഗിന്റെ തലേന്ന് CPMനെ കുഴപ്പത്തിലാക്കിയത്. തിരഞ്ഞെടുപ്പിൽ വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കിയേക്കാവുന്ന പ്രസ്താവനയിൽ MV ഗോവിന്ദൻ ഉറച്ചു തന്നെ. ചേർന്നിട്ടുണ്ടായിരുന്നു. എന്ത് വിവാദം വരാൻ? ഉള്ള സത്യസന്ധമായിട്ട് കാര്യങ്ങൾ പറഞ്ഞ വിവാദമായി പോകും. ആ വിവാദം ഞങ്ങൾക്കൊരു ഭയവുമില്ല, തെല്ല് ഭയവുമില്ല. RSSുമായി CPM ഇന്നേ വരെ ഒരു രാഷ്ട്രീയ കൂട്ടുകെട്ടും ഉണ്ടാക്കിയിട്ടില്ല. ഇന്നലെയും ഇല്ല, ഇന്നുമില്ല, ഇനി നാളെയും ഉണ്ടാവില്ല. അടിയന്തരാവസ്ഥ എന്നത് അർത്ഥഫാസിസത്തിന്റെ ഭാഗമായിരുന്നു. ഈ അമിതാധികാര വാഴ്ചക്കെതിരായി രാജ്യം അതിശക്തിയായ പ്രതിഷേധം രൂപപ്പെടുത്തി വളർത്തിയെടുത്തു. വിവിധ പാർട്ടികൾ ചേർന്ന് ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം രൂപപ്പെട്ടത്. അങ്ങനെയാണ് ജനതാ പാർട്ടിയുടെ രൂപീകരണം. അന്ന് RSS പ്രബലമായ ശക്തിയായിട്ട് ഇതിൽ പ്രവർത്തിക്കുന്നില്ല. RSS രാഷ്ട്രീയ പാർട്ടി എന്ന രീതിയിലല്ല, ജനസംഘത്തിന്റെ ഭാഗമായിട്ടുള്ള ഒരു വിഭാഗം എന്ന രീതിയിലാണ് ഇതിൽ ചേരുന്നത്. ആ സൂചിപ്പിച്ചതിനെയാണ് വളച്ചൊടിച്ച് കാര്യങ്ങൾ അവതരിപ്പിക്കുന്നത്. ഇന്നലെ ഞാൻ പറഞ്ഞത് തന്നെയാണ്. RSS ബന്ധത്തിൽ മുൻ CPM ജനറൽ സെക്രട്ടറി P. സുന്ദരയ്യയുടെ രാജിയിൽ ഗോവിന്ദന്റെ പ്രതികരണം ഇങ്ങനെ: ഈ സുന്ദരയ്യയുമായിട്ട് ബന്ധപ്പെട്ട രാഷ്ട്രീയ പ്രശ്നങ്ങളെല്ലാം പിന്നീട് നടന്ന പാർട്ടി കോൺഗ്രസുമായിട്ട് ബന്ധപ്പെട്ട് കൃത്യമായ നിലപാട് സ്വീകരിച്ച് പാർട്ടി മുന്നോട്ടേക്ക് പോയിട്ടുണ്ട്, സുന്ദരയ്യ ഉൾപ്പെടെ. അത്രയേ ഉള്ളൂ കാര്യം. വിഷയം രാഷ്ട്രീയായുധമാക്കിയ UDFന് മറുപടിയുണ്ട്. വിമോചന സമരത്തിൽ RSSുമായി കൂട്ടുകൂടിയത് കോൺഗ്രസ് ആണ്. വടകരയിലും ബേപ്പൂരിലും അവർ തമ്മിൽ സഖ്യമുണ്ടാക്കി. കോൺഗ്രസ് വിമോചന സമരത്തിന്റെ ഘട്ടത്തിലാണ് ആദ്യമായിട്ട് RSSുമായി സഹകരിക്കുന്നത്. അപ്പോൾ RSS യഥാർത്ഥത്തിൽ കേരളത്തിലെ UDFുമായിട്ടാണ് പിന്നീട് മത്സരിച്ചത്. PDP വർഗീയ പാർട്ടിയല്ലെന്നും ജമാഅത്തെ ഇസ്ലാമിയെ കൂടെ കൂട്ടിയ UDFന് ദൂരവ്യാപകമായ പ്രത്യാഘാതമുണ്ടാകുമെന്നും ഗോവിന്ദൻ വ്യക്തമാക്കി. ചരിത്രത്തെ പിടിച്ച് തടിയൂരാനാണ് പാർട്ടി സെക്രട്ടറിയുടെ ശ്രമം. നാളെ പോളിംഗ് ബൂത്തിലേക്ക് നിലമ്പൂരെത്തുമ്പോൾ MV ഗോവിന്ദന്റെ പ്രസ്താവന തിരിച്ചടിയാകുമോ എന്ന ആശങ്ക CPMനുള്ളിലുണ്ട്. പ്രേം ശശിക്കൊപ്പം AK സ്റ്റെഫൻ, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.